അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത് അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന കിതാബിൽ പറയപ്പെട്ട ഒരു കഥയാണ്. അൽ മവാഹിബുൽ ജലിയ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വലിയ കിതാബൊന്നുമല്ല. നമ്മുടെ കേരളത്തിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ മഹാനായ തഴവ ഉസ്താദ് എന്ന് പറയുന്ന അദ്ദേഹം രചിച്ചതാണ് അൽ മവാഹിബുൽ ജലിയ. പൂർണ്ണമായും പദ്യരൂപത്തിലാണ്. അപ്പോൾ അതിലുള്ള ഒരു കഥയാണ് ഇതിൽ പറയാൻ പോകുന്നത്. ഹാമിദ് എന്നിവർ പറയുന്നു, ഈ മറുവ എന്ന് പറയുന്ന സ്ഥലത്ത് നൂഹ് ബിൻ മറിയം എന്ന് പറയുന്ന വലിയൊരു സമ്പന്നനുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു അവിടെ നാട്ടിലെ കാളി. അദ്ദേഹത്തിന് എതിര് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. രാജ്യത്ത് പല സ്ഥലത്തുമായി നിരവധി തോട്ടങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ തോട്ടം സന്ദർശിക്കാൻ വേണ്ടി അദ്ദേഹം പോയപ്പോൾ ആ തോട്ടത്തിലെ വിശേഷങ്ങളൊക്കെ തിരക്കിക്കൊണ്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു മുന്തിരി തോട്ടത്തിലാണ് അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു അടിമയുണ്ടായിരുന്നു. അയാളുടെ പേര് മുബാറക്ക് എന്ന. അപ്പോൾ അദ്ദേഹം അടിമേനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ പോയിട്ട് ഒരു കുലം മുന്തിരി പറിച്ചു കൊണ്ടാന്ന് പറഞ്ഞു. അത് കേട്ട് അടിമ മുന്തിരി പറിച്ചു കൊണ്ടുവന്നു. പക്ഷേ അദ്ദേഹത്തിന് തിന്നാൻ കൊടുത്തു. അത് തിന്നോക്കാൻ ഭയങ്കര പുളിയാണ്. പുളിക്കുന്നതാണ് ഇത്, അതുകൊണ്ട് വേറൊന്ന് പറിച്ചു കൊണ്ടാന്ന് പറഞ്ഞു. അത് കേട്ട് ഈ അടിമ പോയിട്ട് വേറെ ഒന്ന് പറിച്ചു കൊണ്ടുവന്നു. അപ്പം നോക്കുമ്പോൾ എന്താ, അതിൽ പുളിയാ, മധുരം തൊട്ട് തീണ്ടിയിട്ടില്ല. അമ്മ അതിൽ മുന്തിരിക്കൊലയാന്ന് പറിച്ചു കൊണ്ടുവന്ന്. അത് കണ്ട് ഈ മുന്തിരി ഒന്ന് കടിച്ചു നോക്കിയിട്ടേ ഇയാൾ ഭയങ്കര അതിശയത്തോടെ അവനോട് ചോദിച്ചു, അല്ല മുബാറക്കെ, നീ 2 മാസമായില്ലേ തോട്ടത്തിൽ നിൽക്കുന്നത്? ഏത് വള്ളിയിലാ മധുരമുള്ള മുന്തിരി ഉള്ളതെന്നും ഏത് വള്ളിയിലാ പുളിയുള്ള മുന്തിരി ഉള്ളതെന്നും നിനക്ക് ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചു. അപ്പം മുബാറക്ക് പറഞ്ഞു, ഈ വള്ളിയിലെ മധുരവും പുളിയുള്ള മുന്തിരി തിരിച്ചറിയാനല്ലല്ലോ എന്നെ ഇവിടെ നിർത്തിയത്. ഇത് സൂക്ഷിക്കാനല്ലേ എന്നെ നിങ്ങൾ ജോലിക്ക് വെച്ചത്. അതുകൊണ്ട് അതിലേതെങ്കിലും ഒരു മുന്തിരി ഞാൻ പറിച്ച് തിന്നാൽ എനിക്ക് ജായിസല്ലല്ലോ. ഈ മറുപടി കേട്ടപ്പോൾ, അതുകൊണ്ട് ഞാനിൻ്റെ ഒരു പഴത്തിൻ്റെ രുചി ഇതുവരെ നോക്കിയിട്ടില്ല, എനിക്കതിനെപ്പറ്റി രുചിയും അറിയില്ല എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഈ മനുഷ്യനങ്ങ് തരിച്ചു പോവാണ് ഈ കാളി. എന്താ കാരണം? ഇങ്ങനെ ഒരു അടിമ ഈ മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുന്നു. 2 മാസം കഴിഞ്ഞു അയാൾ വന്നിട്ട് അയാൾക്ക് അതിൻ്റെ രുചി എന്താണെന്ന് അറിയില്ല. എന്ന് വെച്ചാൽ അയാൾ തിന്നു നോക്കിയിട്ടില്ല. ഇത് കേട്ടപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, ഇവനാണ് ശരിയായ മുത്തക്കി, ഇവനാണ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവൻ എന്ന് നമ്മുടെ കാളിക്ക് ബോധ്യം വരികയാണ്. അതേസമയം കാളിക്ക് ഒരു മകളുണ്ടായിരുന്നു. അവരെ വിവാഹാലോചന നടക്കുകയാണ് ഈ കുട്ടിക്ക്. അപ്പം വലിയ വലിയ സമ്പന്നരായ രാജാക്കന്മാരും വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ കല്യാണം ആലോചിച്ചുകൊണ്ട് നിന്നിരുന്നു. അപ്പം ആർക്കാണ് കെട്ടിക്കേണ്ടത് എന്ന ആലോചനയിലായിരുന്നു ഈ കാളി ഈ സമയത്ത്. അതേസമയം നമ്മുടെ മുബാറക്കിൽ നിന്നുണ്ടായ ഈ അനുഭവം കണ്ടപ്പോൾ കാളി വീട്ടിലേക്ക് ഈ മുബാറക്കിനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. തൻ്റെ ഭാര്യയോട് രഹസ്യമായി പറഞ്ഞു, ഇവൻ അടിമയാണ്, വിശ്വസ്തനായ അടിമയാണ്. നമ്മൾ സ്വതന്ത്രന്മാരാണ്, നമ്മളെ മോളെനിക്ക് കെട്ടിക്കാനും പറ്റൂല. പക്ഷേ യഥാർത്ഥ മുത്തക്കിയായ ഒരു മനുഷ്യനെയാണ് ഞാൻ കണ്ടെത്തിയത്. ഇവനെ കൊണ്ട് നമ്മളെ മോളെ കെട്ടിക്കണം. എന്താ എൻ്റെ അഭിപ്രായം ചോദിച്ചു ഭാര്യ. പിന്നെ അന്വേഷണമൊന്നും കൂടുതൽ പറഞ്ഞില്ലെങ്കിലും
ഇയാൾ മുത്തക്കിയാണ്, തൻ്റെ ഭർത്താവ് ഒരു മുത്തക്കിയായ ഒരു മനുഷ്യനെയാണല്ലോ തൻ്റെ മകൾക്ക് ഭർത്താവായി കൊണ്ടുവന്നതെന്ന് ഓർത്തിട്ട് സമ്മതിച്ചു. അങ്ങനെ ഈ വിവരം എങ്ങനെയാ മോളോട് പറയുക എന്നായി കാളിയും ഭാര്യയും. അപ്പം ഭാര്യനോട് പറഞ്ഞു, ഇനി കാര്യം ചെയ്യണം, എൻ്റെ മോളോട് പറയണം ഇപ്പം ഇങ്ങനത്തെ ഒരാളൊരു അടിമേനെ എനിക്ക് തിരഞ്ഞെടുത്തതെന്ന്. അതേസമയം മോള് പറഞ്ഞെന്താ, മോൾക്ക് ഖൈറില്ലാത്ത ഒന്നും തന്നെ മാതാപിതാവിൽ നിന്ന് വരൂല, അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ തൻ്റെ അടിമയെ കാളി സ്വതന്ത്രനാക്കി അയാളെ കൊണ്ട് തൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചു. ചെറിയൊരു സദ്യയൊക്കെ നടത്തി വിവാഹം നടത്തി. അവർക്ക് ജീവിക്കാനുള്ള സമ്പത്ത് ഏറെയും കൊടുത്തു, ഒരുപാട് വീടുകൾ കൊടുത്തു. ഇത് ലോകം അറിയപ്പെട്ട ഇബ്നുൽ മുബാറക്ക് എന്ന് പറയുന്ന മഹാന്റെ ഉമ്മയുടെ കഥയാണ്. ഇബ്നുൽ മുബാറക്കിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാവും. പണ്ഡിത ലോകത്ത് തിളങ്ങുന്ന പ്രസിദ്ധമായ പേരാണ്. ഇൽമിൻ്റെ ബഹറാണ്, സൂഫികൾക്ക് ഇമാമാണ് എന്നതാണ് ഇബ്നുൽ മുബാറക്കിൻ്റെ ചരിത്രം. അത്രയും വലിയൊരു മഹാജന്മത്തിന് കാരണമായത് ഈ മുന്തിരിയുടെ രുചിയായിരുന്നു. നുസിഹത്തുൽ മുലൂക്കിൽ നിന്ന് ഈ കഥയൊക്കെ പറയുന്നുണ്ട്. അള്ളാഹു ഹലാലായ രീതിയിൽ ജീവിച്ച് ഹലാലായ ഭക്ഷണം കഴിച്ച് ജീവിച്ച് മരിച്ചു പോകാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.